നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. KPCC പ്രസിഡന്റായി സണ്ണി ജോസഫ് MLA ചുമതലയേറ്റു. വർക്കിംഗ് പ്രസിഡന്റുമാരായി MLAമാരായ PC വിഷ്ണുനാഥ്, AP അനിൽകുമാർ, ഷാഫി പറമ്പിൽ MP എന്നിവരും അടൂർ പ്രകാശ് MP UDF കൺവീനറായും ചുമതലയേറ്റു. ആന്റോ ആന്റണി MP ചടങ്ങിൽ പങ്കെടുത്തില്ല. സംസ്ഥാന മന്ത്രിസഭയുടെ 4ാം വാർഷികാഘോഷത്തിന് 14-ന് കൊല്ലത്ത് തുടക്കമാകും. ആശ്രാമ മൈതാനത്താണ് പരിപാടി. അവലോകന യോഗം ചേർന്നു. ലഹരിക്കെതിരെ ബഹുജന റാലി. മൈനാഗപ്പള്ളി ഇടവനശ്ശേരി കവിതാ ലൈബ്രറി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബാണ് ലഹരിക്കെതിരെ ജനസാഗരം പരിപാടി സംഘടിപ്പിച്ചത്. സമ്മേളനം മന്ത്രി KN ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്തു. വിശദമായ വാർത്തകളിലേക്ക്. KPCC പ്രസിഡന്റായി സണ്ണി ജോസഫ് MLA ചുമതലയേറ്റു. വർക്കിംഗ് പ്രസിഡന്റുമാരായി MLAമാരായ PC വിഷ്ണുനാഥ്, AP അനിൽകുമാർ, ഷാഫി പറമ്പിൽ MP എന്നിവരും അടൂർ പ്രകാശ് MP UDF കൺവീനറായും ചുമതലയേറ്റു. ആന്റോ ആന്റണി MP ചടങ്ങിൽ പങ്കെടുത്തില്ല. KPCC പ്രസിഡന്റായി സണ്ണി ജോസഫ് MLA ചുമതലയേറ്റു. വർക്കിംഗ് പ്രസിഡന്റുമാരായി MLAമാരായ PC വിഷ്ണുനാഥ്, AP അനിൽകുമാർ, ഷാഫി പറമ്പിൽ MP എന്നിവരും UDF കൺവീനറായി അടൂർ പ്രകാശ് MPയും ചുമതലയേറ്റു. KPCC ആസ്ഥാനത്ത് സംഘടിപ്പിച്ച ചടങ്ങ് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP ഉദ്ഘാടനം ചെയ്തു. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലൂടെ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ നടത്തിയ വിജയങ്ങളെയും പ്രവർത്തനങ്ങളെയും സമര മുന്നേറ്റങ്ങളെയും കുറിച്ചൊക്കെ തന്നെ സൂചിപ്പിക്കുകയുണ്ടായി. വളരെ ധീരമായി കേരളത്തിലെ കോൺഗ്രസിനെ കഴിഞ്ഞ 4 വർഷക്കാലം മുന്നോട്ട് നയിക്കാൻ കോൺഗ്രസ് പ്രവർത്തകരെ ചേർത്ത് പിടിക്കാൻ നമ്മുടെ രാഷ്ട്രീയ എതിരാളികൾക്കെതിരായിട്ടുള്ള ശക്തമായ പോരാട്ടം നയിക്കാൻ അദ്ദേഹം നൽകിയ സംഭാവനകളെ അങ്ങേയറ്റം അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ദേശീയ നേതൃത്വം തന്നെ പ്രസിഡന്റ് മല്ലികാർജുന ഖാർഗെയും പാർലമെന്റിലെ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധിയും സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ കോൺഗ്രസിന് ഏറ്റവും ശക്തമായ പോരാളിയെ പോലെ നേതൃത്വം കൊടുത്ത നേതാവ് എന്ന നിലയിൽ സുധാകരന്റെ പ്രവർത്തനങ്ങളെ പാർട്ടി എല്ലാ കാലത്തും അനുഷ്ഠിക്കുമെന്നുള്ളതാണ് സൂചിപ്പിക്കാനായിട്ടുള്ളത്. സ്ഥാനമൊഴിഞ്ഞ പ്രസിഡന്റ് K സുധാകരൻ MP അധ്യക്ഷത വഹിച്ചു. കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗങ്ങൾ, AICC സെക്രട്ടറിമാർ, മുൻ KPCC പ്രസിഡന്റുമാർ, രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങൾ, KPCC ഭാരവാഹികൾ, DCC പ്രസിഡന്റുമാർ, MPമാർ, MLAമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ഇതേസമയം KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിച്ചിരുന്ന ആന്റോ ആന്റണി MP ചടങ്ങിൽ പങ്കെടുത്തില്ല. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ലഹരിക്കെതിരെ ബഹുജന റാലി സംഘടിപ്പിച്ചു. മൈനാഗപ്പള്ളി ഇടവനശ്ശേരി കവിതാ ലൈബ്രറി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിലാണ് ലഹരിക്കെതിരെ ജനസാഗരം പരിപാടി സംഘടിപ്പിച്ചത്. റാലിക്ക് ശേഷം നടത്തിയ സമ്മേളനം മന്ത്രി KN ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്തു. മൈനാഗപ്പള്ളി ഇടവനശ്ശേരി കവിത ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിലാണ് ജനസാഗരം പരിപാടി സംഘടിപ്പിച്ചത്. ലഹരിക്കെതിരായ റാലി, പൊതുസമ്മേളനം, സാംസ്കാരിക ജാഥ, കലാപരിപാടികൾ എന്നിവ ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ചു. മൈനാഗപ്പള്ളി, ശാസ്താംകോട്ട, ശൂർനാട് തെക്ക് ഗ്രാമപഞ്ചായത്തുകളിലെ 2 വീതം വാർഡുകളിലെ ജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ടായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. ലക്കി ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച ബഹുജന റാലി കാഞ്ഞിരവിള ജംഗ്ഷനിലെത്തി തിരികെ സമ്മേളന നഗരിൽ സമാപിച്ചു. സമ്മേളനം മന്ത്രി KN ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്തു. ഞാൻ യുവതലമുറയുടെ മാത്രം പ്രശ്നമല്ല, വിദ്യാർത്ഥികളുടെ മാത്രം പ്രശ്നമല്ല പറയുന്നത്. എല്ലാവരും എങ്ങനെ സമൂഹത്തിൽ പല കാര്യങ്ങൾ ഇടപെടാം. ഇപ്പൊ തന്നെ സ്പോർട്സ്, വായന, സ്പോർട്സ് ലഹരിയാണ്. ലഹരി എന്ന് പറയുന്നത് മനുഷ്യന് സന്തോഷം കിട്ടുന്നത് ലഹരിയാണ്. പാട്ട് കേൾക്കുന്നത് നാദ ലഹരി, സ്പോർട്സ് ലഹരിയാണ്. അല്ലെങ്കിൽ കലാപരിപാടി, നല്ല നർത്തകി നൃത്തം ചെയ്യുന്നതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട മനസ്സിന്റെ ഇഷ്ടം. നിങ്ങൾ തൃശ്ശൂർ പൂരം കാണുന്നുണ്ട്, കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. ലോകത്തെ ഏറ്റവും വലിയ സിംഫണി എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന, ഏറ്റവും ദീർഘനേരമുള്ള സിംഫണി മലയാളികളുടെയാണ്. എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ പൂരത്തിന്റെ പോലെയുള്ള ചെണ്ടയും അതിന്റെ കൂടെ കൊമ്പും കുഴലും ഇല്ല, അതിന്റെ പ്രത്യേകതയുണ്ടല്ലോ. കോവൂർ കുഞ്ഞുമോൻ MLA അധ്യക്ഷത വഹിച്ചു. ഗ്രന്ഥശാല പ്രസിഡന്റ് R മദനമോഹനൻ സ്വാഗതം പറഞ്ഞു. കൊടിക്കുന്നിൽ സുരേഷ് MP മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ PK ഗോപൻ ലൈബ്രറി ഡിജിറ്റലൈസേഷൻ പ്രവർത്തനം വിജയിപ്പിച്ചവർക്കുള്ള പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു.
അഡ്വക്കേറ്റ് സന്തോഷ് കുമാർ MP റാലി ജേതാക്കൾക്കുള്ള സമ്മാനദാനം നിർവഹിച്ചു. ദേശീയ സെൻസർ ബോർഡ് മുൻ അംഗം രാജീവ് പ്രസാദ് കലാജാഥ അംഗങ്ങൾക്ക് ഉപഹാരങ്ങൾ സമ്മാനിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ വർഗീസ് തരകൻ, SK ശ്രീജ, R ഗീത, താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി S ശശികുമാർ, മൈനാഗപ്പള്ളി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉഷാകുമാരി, R സജിമോൻ, SA നിസാർ, N ഉണ്ണി, മായ വേണുഗോപാൽ, നസീമ ബീവി, H ഷാജി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. KPCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA മുൻ KPCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് CV പത്മരാജനെ സന്ദർശിച്ചു. മുൻ മുഖ്യമന്ത്രി R ശങ്കറിന്റെ കൊല്ലത്തെ സ്മൃതി മണ്ഡപവും അദ്ദേഹം സന്ദർശിച്ചു. കോൺഗ്രസ് വർക്കിംഗ് പ്രസിഡന്റുമാരും അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നു. KPCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA മുൻ KPCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് CV പത്മരാജനെയും മുൻ മുഖ്യമന്ത്രി R ശങ്കറിന്റെ കൊല്ലത്തെ സ്മൃതി മണ്ഡപവും സന്ദർശിച്ചു. കോൺഗ്രസ് വർക്കിംഗ് പ്രസിഡന്റുമാരായ PC വിശ്വനാഥ് MLA, AP അനിൽകുമാർ MLA, ഷാഫി പറമ്പിൽ MP എന്നിവരും കൊല്ലത്തെ നേതാക്കളും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. ശങ്കേഴ്സ് ആശുപത്രി വളപ്പിലെ ശങ്കർ സ്മൃതി മണ്ഡപത്തിൽ സണ്ണി ജോസഫും നേതാക്കളും പുഷ്പാർച്ചന നടത്തി. മഹാരഥന്മാരുടെ ഓർമ്മകൾ കോൺഗ്രസ് പാർട്ടിക്ക് കരുത്തു പകരുമെന്നും അവരുടെ പ്രചോദനം ഉൾക്കൊണ്ടാകും ഇനിയുള്ള പ്രവർത്തനമെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. ഒരേ സമയത്ത് ഭരണത്തിൽ നേതൃത്വ പങ്കാളിത്തവും അതേപോലെ തന്നെ പാർട്ടിയുടെ ശാക്തീകരണത്തിലും പ്രവർത്തിച്ച ആ മഹാരഥന്മാരുടെ ഓർമ്മകൾ ഞങ്ങൾക്ക് കരുത്തു പകരും. കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഊർജ്ജസ്വലമായ മുന്നേറ്റത്തിന് അത് പ്രചോദനം നൽകുമെന്ന പൂർണ്ണ വിശ്വാസമാണ്. ഞങ്ങളുടെ ചുമതല ഏറ്റെടുക്കുമ്പോൾ അവരുടെ എല്ലാം ആവേശകരമായ ഓർമ്മകൾക്ക് മുമ്പിൽ ഞങ്ങൾ ശ്രമിക്കുന്നു. അത് ഞങ്ങളെ കൂടുതൽ കരുത്തുറ്റതാക്കും എന്ന പൂർണ്ണ വിശ്വാസമാണ്. ശങ്കർ അത്തരത്തിൽ ഏറെ തലയെടുപ്പുള്ള കോൺഗ്രസിൻ്റെ ശിരസ് നമിക്കുന്നു. എല്ലാവരുടെയും സഹകരണം കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ ശാക്തീകരണത്തിന്, ജനാധിപത്യ മതേതര ശക്തിയുടെ മുന്നേറ്റത്തിന് എല്ലാവരുടെയും സഹകരണം അഭ്യർത്ഥിക്കുന്നു. തുടർന്ന് ആനന്ദവല്ലീശ്വരത്തെ അഡ്വക്കേറ്റ് CV പത്മരാജന്റെ വസതിയിൽ സണ്ണി ജോസഫ് എത്തി അനുഗ്രഹവും വാങ്ങി. ന്യൂസ് ബ്യൂറോ, കൊല്ലം. യുദ്ധ സാഹചര്യത്തിൽ മാറ്റിവെച്ച സംസ്ഥാന മന്ത്രിസഭയുടെ 4ാം വാർഷികാഘോഷത്തിന് 14-ന് തുടക്കമാകും. 9 വർഷ കാലയളവിൽ ജില്ലയിൽ നടപ്പാക്കിയ വികസന ജനക്ഷേമ സേവന പ്രവർത്തനങ്ങൾ അവതരിപ്പിക്കുന്ന മേളയ്ക്കാണ് ആശ്രാമ മൈതാനം വേദിയാകുക. വിജ്ഞാന വിനോദപ്രദമായ കാഴ്ചകളും വേറിട്ട രുചികളുടെ ഫുഡ് കോർട്ടുകൾ ഉണ്ടാകും. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികാഘോഷത്തിനാണ് ബുധനാഴ്ച കൊല്ലത്ത് തുടക്കമാകുന്നത്. ഇതിന്റെ ഭാഗമായി ആലോചനാ യോഗം ചേർന്നു. മന്ത്രിമാരായ KN ബാലഗോപാൽ, J ചിഞ്ചുറാണി എന്നിവർ ഓൺലൈനായി പങ്കെടുത്ത യോഗത്തിലാണ് വാർഷികാഘോഷ പരിപാടികൾ തീരുമാനിച്ചത്. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ജില്ലാ കളക്ടർ N ദേവിദാസ്, സബ് കളക്ടർ നിശാന്ത് സിഹാര, ADM G നിർമ്മൽകുമാർ, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ ഹേമന്ത് കുമാർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. ജില്ലാതല ഉദ്ഘാടനം 14-ന് വൈകിട്ട് 4-ന് മന്ത്രി KN ബാലഗോപാൽ നിർവഹിക്കും. മന്ത്രി J ചിഞ്ചുറാണി അധ്യക്ഷത വഹിക്കും. മന്ത്രി KB ഗണേഷ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തും. ജില്ലാ കളക്ടർ N ദേവിദാസ് സ്വാഗതം പറയും. ഉദ്ഘാടനത്തിന് മുന്നോടിയായി നഗരം ചുറ്റി ബൈക്ക് റാലി നടത്തും. എല്ലാ ദിവസവും രാവിലെ 10 മുതൽ രാത്രി 10 വരെയാണ് പ്രദർശന വിപണന മേള. മേളയിലേക്കുള്ള പ്രവേശനം സൗജന്യമാണ്. 55,000 ചതുരശ്ര അടി ശീതീകരിച്ച പവലിയൻ ഉൾപ്പെടെ 79,000 ചതുരശ്ര അടിയിലാണ് സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ചവറ പുതുക്കാട് പാസ് ONV ഗ്രന്ഥശാല ആൻഡ് വായനശാലയുടെ പാസ് ONV പുരസ്കാരം സമ്മാനിച്ചു. ഡോക്ടർ വസന്തകുമാർ സാംബശിവനാണ് പുരസ്കാരം സമ്മാനിച്ചത്. പൊന്നരിവാളമ്പളി 2025 എന്ന പേരിലാണ് പുരസ്കാരം നൽകിയത്. ചവറ പുതുക്കാട് പാസ്ക് ONV ഗ്രന്ഥശാല ആൻഡ് വായനശാലയുടെ വാർഷികാഘോഷത്തോടനുബന്ധിച്ചാണ് പാസ്ക് ONV പുരസ്കാരം സമ്മാനിച്ചത്. പൊന്നരിവാളമ്പളി 2025 എന്ന പേരിലാണ് പുരസ്കാരം സമർപ്പിച്ചത്. ഗ്രന്ഥശാലയുടെ വാർഷികാഘോഷത്തോട് അനുബന്ധിച്ച് കല്ലേക്കുളം ഗ്രൗണ്ടിലെ MD നഗറിൽ സംഘടിപ്പിച്ച സാംസ്കാരിക സമ്മേളനത്തിലാണ് പുരസ്കാരം നൽകിയത്. കാഥികൻ ഡോക്ടർ വസന്തകുമാർ സാംബശിവന് പുരസ്കാരം സമ്മാനിച്ചു. കഥാപ്രസംഗം എന്ന കലയെ ഇപ്പോഴും ശക്തമായി നിലനിർത്തിക്കൊണ്ടുപോകാൻ വേണ്ടി അശ്രാന്ത പരിശ്രമം, ആ പരിശ്രമം നമ്മൾ കാണാതെ പോകരുത്. ഏതാണ്ട് ഒറ്റയാൾ പോരാട്ടം എന്ന് തന്നെ പറയാം. ഞാൻ പലപ്പോഴും അത്ഭുതപ്പെട്ടിട്ടുണ്ട് ഒരു മനുഷ്യന് ഇത്രത്തോളം എനർജി എങ്ങനെ കിട്ടുന്നു എന്നുള്ളത്. അപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ ആരുണ്ട്, കൂടെ ആയില്ല എന്നുള്ളതൊന്നും അദ്ദേഹത്തെ ബോധറിയുന്നില്ല. പക്ഷെ ഈ കഥാപ്രസംഗം എന്ന കല അത് ഈ സമൂഹത്തിൽ നിലനിൽക്കണം. അത് അദ്ദേഹത്തിന്റെ അച്ഛനോടെ നമ്മുടെ ഈ നാടും ഈ ലോകവും എല്ലാം ചെയ്തിട്ടുള്ള പ്രവൃത്തി എന്ന് പറഞ്ഞാൽ നവോത്ഥാന നായകൻ എന്ന് തന്നെ പറയാൻ പറ്റുന്ന വലിയ രീതിയിലുള്ള വിശിഷ്ടമായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി V വിജയകുമാർ, ചവറ KS പിള്ള, B വിനോദ്, C രഘുനാഥ് എന്നിവർ പങ്കെടുത്തു. സാംസ്കാരിക സദസ്സിന്റെ ഉദ്ഘാടനം
ഡോക്ടർ സുജിത്ത് വിജയൻപിള്ള MLA നിർവഹിച്ചു. പാസ്ക് ONV ഗ്രന്ഥശാല പ്രസിഡന്റ് K. ബാബുക്കുട്ടൻ അധ്യക്ഷത വഹിച്ചു. ന്യൂസ് ബ്യൂറോ, ചവറ. ലഹരിക്കെതിരായ സന്ദേശമുയർത്തി ചവറ പാസ്ക് ONV ഗ്രന്ഥശാല അവതരിപ്പിച്ച നാടകം ശ്രദ്ധേയമായി. ലഹരിക്കെതിരെ വായനശാലകൾ മുന്നിട്ടിറങ്ങുന്നതിന്റെ ഭാഗമായാണ് ഗ്രന്ഥശാല പ്രവർത്തകർ നാടകം അവതരിപ്പിച്ചത്. നാടക അഭിനയവുമായി പരിചിതമില്ലാത്തവരും നാടകത്തിന്റെ ഭാഗമായി. തിരിച്ചറിയാത്ത പ്രായത്തിൽ ഞാൻ ചെയ്തു കൂട്ടിയ ചില തെറ്റുകൾ, അതിൽ എനിക്ക് നഷ്ടപ്പെട്ടത് എന്റെ പെറ്റമ്മയാ. അതിന് പ്രായച്ചിത്തമായി താനേത് പഞ്ചാഗ്നിപദ്ധതിയിൽ ജയിക്കണം അച്ഛാ. ചവറ പുതുക്കാട് പാസ്ക് ONV ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിലാണ് ലഹരി വിപത്തിനെതിരായ നാടകം അവതരിപ്പിച്ചത്. വാപ്പസി എന്ന പേരിലാണ് നാടകം അവതരിപ്പിച്ചത്. സംവിധായകനും നടനുമായ സുമേഷ് ശ്രീമംഗലം, ഗിരീഷ് സാരംഗി എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു നാടകാവതരണം. നാടകവുമായി മുൻപരിചയമില്ലാത്ത പാസ്ക് അംഗങ്ങളെയും ബാലവേദിയിലെ കൊച്ചുകൂട്ടുകാരെയും നാടകത്തിന്റെ ഭാഗമാക്കിയപ്പോൾ അത് വേറിട്ട അനുഭവമായി. ഉള്ളതൊക്കെ പറഞ്ഞാ നിനക്കൊക്കെ കൊള്ളാം, ഇല്ലെങ്കിൽ നിന്റെയൊക്കെ തീട്ടണ്ടല്ലോ നീയൊക്കെ കോരേണ്ടി വരും. എടാ ജോർജെ, നീ പതുക്കെ അവന്റെ ആ ഷർട്ട് നുരിക്കേ. മാതാപിതാക്കളുടെയും മകന്റെയും തീവ്ര സ്നേഹവും ഒടുവിൽ ലഹരിക്കടിമപ്പെട്ട് നടത്തുന്ന കൊലപാതകവും വൈകാരിക രംഗങ്ങളുമെല്ലാം പ്രേക്ഷകരെ ആകർഷിച്ചു. നാടകത്തിൽ അമ്മയായി അഭിനയിച്ച അധ്യാപിക സ്വപ്ന, ഞാൻ അവന്റെ റൂം അടിച്ചു വാരി. ഇതുവരെ കിട്ടാത്ത ഒരു മണം അവന്റെ റൂമിൽ തന്നെ നിൽപ്പുണ്ട്. നമ്മൾ അടച്ചിട്ടിരുന്നല്ലേ, ഈ കാറ്റും വെളിച്ചവും കിട്ടാതാകുമ്പോ ഒരു പഴകിയ സ്മെല്ല് വരും. നീ ഒരു കാര്യം ചെയ്യും, ആ ജനലൊക്കെ തുറന്നിടും. അവൻ ഗോവയിൽ നിന്ന് വന്നതിന് ശേഷമാണ് ആ മണം. അവന്റെ കഴുകാനിട്ടിരുന്ന ഷർട്ട് ഞാൻ എടുത്തപ്പോ വിയർപ്പിനും അതേ ഗന്ധം. ഒരു തുടക്കക്കാരിയാണെന്ന് പറയില്ലായിരുന്നു. അത്രയ്ക്ക് ഹൃദ്യമായ തരത്തിൽ അവർ പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചുപറ്റി. വിപിൻ ദാസ്, വിജയമോഹൻ, മനേഷ്, നയന, നിരഞ്ജന, ആദിഷ് എന്നിവരും തങ്ങളുടെ കഥാപാത്രങ്ങളെ ഉജ്ജ്വലമാക്കി. ലഹരിക്കെതിരായ സന്ദേശം പകർന്നു നൽകുന്ന നാടകം ഏറെ ആസ്വാദക പ്രീതി നേടി. പുതുക്കാട് പാസ്ക് ONV ഗ്രന്ഥശാലയ്ക്ക് വാർഷികത്തോടനുബന്ധിച്ച് ലഹരി വിമുക്ത കേരളം എന്ന സന്ദേശത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടൊരു നാടകം തയ്യാറാക്കുകയാണ്. പാസ്കിലെ വലുതും ചെറുതുമായ കലാകാരന്മാരെ അണിനിരത്തിക്കൊണ്ടുള്ള ഒരു എളിയ ശ്രമമാണ് ഇവിടെ ആരംഭിക്കാൻ പോകുന്നത്. എല്ലാ ജനങ്ങളുടെയും നാട്ടുകാരുടെയും ശക്തമായ പിന്തുണ ഞങ്ങൾക്ക് ഈ നാടകത്തിന് ഉണ്ട്. ബഹുമാനപ്പെട്ട എക്സൈസ് അസിസ്റ്റൻറ്റ് കമ്മീഷണർ സന്നിഹിതനായിട്ടുണ്ട്. ഗ്രന്ഥശാല പ്രവർത്തകരും പാസ്കിൻ്റെ സംഘാടകരും ഈ നാടകത്തിന് വേണ്ട എല്ലാ സാങ്കേതിക സഹായങ്ങളും ഞങ്ങൾക്ക് വേണ്ടി തന്നിരിക്കുകയാണ്. നാട്ടിൽ ലഹരി വസ്തുക്കളുടെ ഉപയോഗം വർദ്ധിച്ച സാഹചര്യത്തിൽ പ്രത്യേകിച്ച് സ്കൂൾ വിദ്യാർത്ഥികളുടെ ഇടയിലേക്കും രാസലഹരിയുടെ ഉപയോഗം കടന്നു വന്ന ഈ അവസരത്തിൽ അതിനെ പ്രതിരോധിക്കുന്നതിനായി എല്ലാ ജനങ്ങളുടെയും പിന്തുണ ആവശ്യമാണ്. ചവറ പുതുക്കാട് പാസ്ക് ഗ്രന്ഥശാല ആൻഡ് വായനശാല അവതരിപ്പിച്ച വാപ്പസി എന്ന നാടകം ലഹരിക്കെതിരെ നല്ലൊരു സന്ദേശമാണ് നൽകുന്നത്. ന്യൂസ് ബ്യൂറോ, ചവറ. ഒരാണ്ട് ഒരു വീട് സ്വപ്ന ഭവന യോജന പദ്ധതിക്ക് കരുനാഗപ്പള്ളി SV മാർക്കറ്റിൽ തുടക്കമായി. BJP കോഴിക്കോട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. നഗരസഭയിലെ വിവിധ സ്ഥലങ്ങളിൽ തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് സൗജന്യമായി വീട് വെച്ച് നൽകുന്നതാണ് പദ്ധതി. ഭാരതീയ ജനതാ പാർട്ടി കോഴിക്കോട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കരുനാഗപ്പള്ളി നഗരസഭയിലെ വിവിധ സ്ഥലങ്ങളിൽ തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് സൗജന്യമായി വീട് നിർമ്മിച്ചു നൽകുന്ന പദ്ധതിക്കാണ് തുടക്കം കുറിച്ചത്. ഒരാണ്ട് ഒരു വീട് സ്വപ്ന ഭവന യോജന പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. തകർക്കണമെന്നും
ആഗ്രഹിക്കുന്നവർ അവരെല്ലാവരും ചേർന്നുകൊണ്ട്, നിങ്ങൾ കണ്ടില്ലേ, കഴിഞ്ഞ ദിവസം TV-യിൽ കണ്ടു, ഭീകരവാദി മരണമടഞ്ഞ് എല്ലാവരും ഒരുമിച്ച് ചേർന്നുകൊണ്ട് പാകിസ്ഥാന്റെ പട്ടാളക്കാര് ഭീകരവാദിയുടെ ഭൗതിക ശരീരത്തെ എത്ര ബഹുമാനത്തോടു കൂടിയിട്ടാണ് അവിടുത്തെ പട്ടാളക്കാർ നിൽക്കുന്നത്. കാരണം എന്താണെന്ന് അറിയുമോ? ഭീകരവാദിയെ ബഹുമാനിച്ചില്ലെങ്കിൽ പാകിസ്ഥാനിലെ ധനകാര്യ വകുപ്പ് മന്ത്രിയോ വിദേശകാര്യ വകുപ്പ് മന്ത്രിയോ അല്ലെങ്കിൽ പാകിസ്ഥാനിലെ ഒരൊറ്റൊരുത്തരും ബാക്കി ഉണ്ടാവില്ല. കാരണം ഭീകരവാദി തീരുമാനിക്കും ആര് ജീവിക്കണം, ആര് മുന്നോട്ട് പോകണം. അതുകൊണ്ടാണ് കയ്യും കെട്ടിക്കൊണ്ട് ആ ഭീകരവാദ സംഘടനകളുടെ തലതൊട്ടപ്പന്മാരുടെ മുന്നിൽ വിറങ്ങലിച്ച് നിൽക്കുകയാണ് പാകിസ്ഥാനിലെ ജനപ്രതിനിധികൾ എന്നുള്ളതാണ്. കോഴിക്കോട് ഏരിയയിലെ SV മാർക്കറ്റിൽ 23-ാം ഡിവിഷനിലാണ് സ്വപ്നഭവന യോജനയുടെ ആദ്യ വീട് നിർമ്മിക്കുന്നത്. BJP ജില്ലാ വൈസ് പ്രസിഡന്റ് KR രാജേഷ്, മണ്ഡലം പ്രസിഡന്റ് മുരളി, ഏരിയ പ്രസിഡന്റ് ഷിജി ആനന്ദൻ, S രഞ്ജിത്ത, ഹരിലാൽ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. മാതൃവന്ദനം സംഘടിപ്പിച്ചു. കൊല്ലം കണ്ണനല്ലൂർ പാലമുക്ക് YMA ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂം വനിതാ വേദിയുടെ നേതൃത്വത്തിലാണ് മാതൃവന്ദനം നടത്തിയത്. ആദരവും ഇതോടനുബന്ധിച്ച് നടത്തി. കണ്ണനല്ലൂർ പാലമുക്ക് YMA ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂം വനിതാവേദിയുടെ നേതൃത്വത്തിലാണ് മാതൃവന്ദനം നടത്തിയത്. മുഖത്തല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് B യശോദ ഉദ്ഘാടനം നിർവഹിച്ചു. വനിതാവേദി പ്രസിഡന്റ് SV സുധർമണി അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി G അംബിക സ്വാഗതം പറഞ്ഞു. YMA ലൈബ്രറി സെക്രട്ടറി G ജലധരൻ ആദരിക്കുന്നവരെ പരിചയപ്പെടുത്തി. കൊല്ലം SN കോളേജ് മലയാള വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ R രാഗി മുഖ്യപ്രഭാഷണം നടത്തി. P അർജുനൻ, അന്നമ്മ ജോഷ തുടങ്ങിയവർ പങ്കെടുത്തു. അവൾ തന്നെ ഉണ്ടായിരുന്നു കടയിൽ. എപ്പോഴും അമ്മ അവളെ ഏൽപ്പിച്ചിട്ട് ചോറുന്നാനായിട്ട് അവരുടെ വീട്ടിൽ പോയ സമയത്താണ് ഈ പയ്യൻ വന്നത്. അപ്പോൾ ഇവരിപ്പം പച്ചവെള്ളമാണ് ചോദിച്ചത്. ആ കുഞ്ഞെ ഒരു ഗ്ലാസ് പാലെടുത്ത് ഈ പയ്യന് കൊടുത്തു. പക്ഷെ അവൻ്റെ കയ്യിൽ പൈസയൊക്കെ ഉണ്ടായിരുന്നു. അവൻ ഈ പൈസ എടുത്ത് ഈ മകളുടെ കയ്യിൽ കൊടുത്തപ്പോൾ അവൾ പോയി വാങ്ങിയില്ല. പൈസ വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ കുറേ വർഷങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും ഇവനെ പഠിച്ച് മിടുക്കനായി വലിയൊരു ഡോക്ടറായി. തുടർന്ന് വനിതകളുടെ വിവിധ കലാപരിപാടികളും നടത്തി. BS പ്രിയ, S ശില്പ എന്നിവരുടെ നേതൃത്വത്തിലാണ് വിവിധ കലാപരിപാടികൾ നടത്തിയത്. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. പ്രധാന വാർത്തകൾ വീണ്ടും. KPCC പ്രസിഡന്റായി സണ്ണി ജോസഫ് MLA ചുമതലയേറ്റു. വർക്കിംഗ് പ്രസിഡന്റുമാരായി MLA-മാരായ PC വിഷ്ണുനാഥ്, AP അനിൽകുമാർ, ഷാഫി പറമ്പിൽ MP എന്നിവരും അടൂർ പ്രകാശ് MP UDF കൺവീനറായും ചുമതലയേറ്റു. ആന്റോ ആന്റണി MP ചടങ്ങിൽ പങ്കെടുത്തില്ല. സംസ്ഥാന മന്ത്രിസഭയുടെ 4ാം വാർഷികാഘോഷത്തിന് 14-ന് കൊല്ലത്ത് തുടക്കമാകും. ആശ്രാമ മൈതാനത്താണ് പരിപാടി. അവലോകന യോഗം ചേർന്നു. ലഹരിക്കെതിരെ ബഹുജന റാലി. മൈനാഗപ്പള്ളി ഇടവനശ്ശേരി കവിത ലൈബ്രറി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബാണ് ലഹരിക്കെതിരെ ജനസാഗരം പരിപാടി സംഘടിപ്പിച്ചത്. സമ്മേളനം മന്ത്രി KN ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്തു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.